അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ശക്തിയേറിയ ഒരു ഇസ്മിനെ കുറിച്ച് പഠിക്കാം. നമ്മൾക്കറിയാം, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എന്ന് പറയുന്നത്. 99 ഇസ്മുകളും എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടുകയില്ല. അസ്മാഉൽ ഹുസ്നയിലെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശാന്തിയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ മലിക്കു യാ അല്ലാ എന്നുള്ളത്. എങ്ങനെ? യാ മലിക്കു യാ അല്ലാ എന്ന ഇസ്മ. ഈ ഇസ്മിന്റെ അർത്ഥം രാജാതിരാജനായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ വളരെ പ്രധാനപ്പെട്ട ഇസ്മ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 121 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ ദരിദ്രനാവുകയില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. സമ്പത്ത് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ജോലി കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മൾക്ക് ചെയ്തു തരും. അതോടൊപ്പം തന്നെ നമ്മളെ ടെൻഷൻ മാറാൻ ഈ ഇസ്മു നല്ലതാണ്. അതുപോലെ തന്നെ ജീവിത വിജയത്തിന്, അധികാരങ്ങൾ ലഭിക്കാനൊക്കെ ഈ ഇസ്മു ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണക്ക് ആരും മറന്നു പോകരുത്. ഉച്ചയ്ക്ക് ശേഷം 121 തവണയാണ് ചൊല്ലേണ്ടത്. ഇനി ഉച്ചയ്ക്ക് ശേഷം അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം. സുബ്ഹിക്ക് ശേഷം ചൊല്ലാം, ദുഹാ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാം, വിത്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ബറക്കത്തിന് വേണ്ടി നമ്മൾക്കൊരു 10 പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കാം. യാ മലിക്കു യാ അല്ലാഹ്, 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 യാ മലിക്കു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റഹ്മാനെ. ജീവിത വിജയം നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. മക്കളിലും കുടുംബത്തിലും ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.